ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ചെറിയൊരു യാത്രയിലാണ്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. പഴനിയിലേക്കാണ് യാത്ര. നമ്മുടെ ഈ ചെറുതിൻ്റെ മുട്ടയൊന്ന് അടിക്കാനുണ്ട്. പിന്നെന്താണ്, ചെറിയൊരു ചോറൂൺ നേർച്ച ഉണ്ടായിരുന്നു, അപ്പം അതും ചെയ്യാനുണ്ട്. ഒരാൾ ഇവിടെ ഉണ്ട്. ഫോൺ യൂസ് ചെയ്യല്ലേ ചോട്ടു? അപ്പോൾ നമ്മൾ ജസ്റ്റ് തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ദീർഘനാളായിട്ടുള്ള ഒരാഗ്രഹമായിരുന്നു. എന്തായിരുന്നു ചേട്ടോ? വണ്ടി പഠിക്കുക. വണ്ടി ഓടിക്കാന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടാണ് അമ്മയ്ക്ക് ഇത്രയും ഇത് വന്നത്, കോൺഫിഡൻസ്. ചോട്ടന്റെ നിർബന്ധം കൊണ്ടാണ് വണ്ടി ഓടിക്കാൻ പഠിച്ചത്. ശരിയാണ്. അപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ എയിമായി. അപ്പോൾ നമ്മൾ ഒരു ലോങ് ട്രിപ്പൊക്കെ പോവല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ വണ്ടി ഓടിക്കാന്നുള്ളത്. ഇങ്ങനെ മുഖം വീർപ്പിച്ചിട്ട് ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻസ് തരാൻ വേണ്ടിയിട്ട്. അതാണ് ഏറ്റവും വലിയ ഉറപ്പിക്കൽ. അപ്പോൾ അങ്ങനെ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞതുപോലെ തന്നെ കാലിക്കറ്റ് പളനി ഞാൻ തന്നെയാണ് കേട്ടോ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫസ്റ്റ് ലോങ് ഡ്രൈവ് ആയിരുന്നു. ഞാൻ ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ഞാൻ ഡേറ്റ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇപ്പോഴാണ് എനിക്കിതൊന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, പകുതി വഴിയിൽ മുടങ്ങിപ്പോയ ഒരു വ്ളോഗും കൂടെയാണിത്. എനിക്ക് ഈ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് പോസ്റ്റ് ചെയ്യണ്ടെന്നുള്ളതാണ്. പിന്നെ ഞാൻ ഓർത്തു ഒരു ഓർമ്മയായിട്ട് അവിടെ കിടക്കട്ടെ എന്നുള്ളത്. അങ്ങനെ ഒരു പകുതി വഴിയിൽ മുടങ്ങിപ്പോയ വ്ളോഗാണിത്. പിന്നെന്താണ്, നമ്മൾ പാലക്കാട് വൈകിട്ട് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറിയത് ശ്രീഭവൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് പാലക്കാടുള്ള. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു. നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഈ വഴി പോകുന്നവർക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ രാത്രി ഒരു 11:30-12 മണിയൊക്കെ ആയി അവിടെ എത്തിയപ്പം. നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ സ്റ്റേ ചെയ്ത് അവിടെ തന്നെയാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശ്രീനാരായണ ഗുരു മഠത്തിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ മുട്ടയടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് നിങ്ങൾ കണ്ടത്. ഇവിടെ നിന്നാണ് മുട്ടയടിക്കാൻ ഇരുന്നപ്പോഴാണ് അവർ പറഞ്ഞത് ക്യാമറ അലൗഡ് അല്ല എന്നുള്ളത്. അപ്പം ഞാൻ വീണ്ടും മുട്ടയടിച്ചിരിക്കുകയാണ്. ഇത് എന്താ പറയുന്നത്, പലരും പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ടയടിച്ച് കണ്ടപ്പം ആർക്കും ഇഷ്ടമായിട്ടില്ല ഞാൻ രണ്ടാമതും മുട്ടയടിച്ചത്. എൻ്റെ ഒരു നേർച്ച പ്രകാരം എൻ്റെ അത്രയും ആഗ്രഹവും ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും മുട്ടയടിച്ചത്. മുട്ടയടിച്ചാലുള്ള ഒരു സുഖം അത് വേറെ തന്നെയാണ്. അത് മുട്ടയടിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളങ്ങനെ ഓവർ ബ്യൂട്ടി കോൺഷ്യസ് അല്ല, മുടി ഉണ്ടെങ്കിലേ സൗന്ദര്യം ഉണ്ടാവുള്ളൂ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമേ അല്ല ഈ മുട്ടയടിക്കുക എന്നുള്ളത്. പിന്നെ ഒരു നേർച്ച നേരുക അമ്പലത്തിൽ, അതൊക്കെ ഒരു വിശ്വാസമാണ്. ചിലർക്ക് അതിനെ ചിലപ്പം എന്താ പറയുക, ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ നമ്മളെ പാരൻസും ഒക്കെ നമ്മളെ മനസ്സിലേക്ക് തരുന്ന വിശ്വാസങ്ങളാണ്. അപ്പം അത് നമ്മൾ ആ കയറിക്കൂടിയ വിശ്വാസങ്ങളെ ചിലർ മുറുകെ പിടിക്കും. ചിലർ കുറച്ച് കഴിയുമ്പം സ്വന്തമായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ വിശ്വാസങ്ങളൊക്കെ മാറും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും വാവയ്ക്കും എനിക്കൊക്കെ നേർച്ച ഉള്ളതുകൊണ്ട് ഞങ്ങൾ മുട്ടയടിച്ച് കളഭം തേക്കിയാണ്. ഈ മഠത്തിലാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് നമ്മൾ പോയ ദിവസം അവിടെ പഴനിയിൽ ഇലക്ഷൻ നടന്നതിൻ്റെ പിറ്റേത്തെ ദിവസമായിരുന്നു. അപ്പം റൂംസൊക്കെ ഭയങ്കര ടൈറ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലക്ഷറി സ്റ്റേ ഒന്നുമല്ല, ഒരു ആശ്രമമാണ്. അപ്പോൾ ആ ആശ്രമം ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ രീതിയിലുള്ള സാധാരണ ഒരു താമസവും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് AC റൂമുകളുണ്ട്, ഒരു 3-4 AC റൂമുകളുണ്ട്. അതിൽ ഒരു AC റൂം നമ്മളെടുത്തു, അങ്ങനെ കേട്ടോ. പിന്നെ ഉള്ളതൊക്കെ സാധാരണ റൂമുകളാണ്. അപ്പോൾ നമ്മൾ കളഭമൊക്കെ തേച്ചു. ഓട്ടോയിൽ കയറിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആദ്യം ട്രെയിൻ പിടിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കുള്ള ദിവസമായതുകൊണ്ട് മല കയറാൻ വാവേൻ്റെ അടുത്ത് കയറാൻ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് ട്രെയിൻ വഴി പോകാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അത് നടന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 മണിക്കൂറിലും മേലെ എന്തായാലും നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും എന്ന് അറിഞ്ഞപ്പം അത് പിന്നെ നമ്മൾ സ്കിപ്പ് ചെയ്തു. പിന്നെ നമ്മൾ മല ചവിട്ടി തന്നെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ അതെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ അവിടെ ഭയങ്കര സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൊബൈലൊന്നും അകത്തോട്ട് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതുപോലെ മുട്ടയടിക്കുന്ന അവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൂടെയൊക്കെ ആയപ്പം പിന്നെ എനിക്ക് വ്ളോഗ് ചെയ്യാനുള്ള ആ ഒരു ഇത് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം.
കാരണം നമുക്ക് കണ്ടിന്യൂറ്റി മിസ്സാവുകയാണല്ലോ അവിടേക്ക് മൊബൈൽ അലൗഡ് അല്ല എന്ന് പറഞ്ഞപ്പം. അപ്പം പിന്നെ ഞാൻ കുറച്ച് ഇങ്ങനത്തെ വിഷ്വൽസൊക്കെ എടുത്തു. അതല്ലാതെ കൂടുതൽ വ്ളോഗ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഓട്ടോ പിടിച്ചു, അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ട്രെയിൻ ക്യൂ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ട്രെയിനിന് വേണ്ടി ക്യൂ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോയപ്പോഴാണ് അവിടെ ഒരു വലിയ ക്യൂ തന്നെ ഉണ്ടായിരുന്നു. ആ ക്യൂ കണ്ട് ഞങ്ങൾ പേടിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ പഴനി പോകുന്ന സമയത്തെ എല്ലാവരും കയ്യിലൊരു ബാഗ് കരുതിക്കോളൂ. പ്ലാസ്റ്റിക് കവറുകളും പ്ലാസ്റ്റിക് ബാഗുകളൊന്നും അവിടേക്ക് അലൗഡ് അല്ല. അപ്പോൾ ഇതുപോലത്തെ ജൂട്ടിൻ്റെ അല്ലെങ്കിൽ തുണിയുടെ ബാഗ് അങ്ങനത്തെ ഒക്കെ, ഇത് ഞാൻ അവിടുന്ന് ശ്രീഭവനിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ജൂട്ടിൻ്റെ ബാഗ്. അത് വാങ്ങിയത് നന്നായി എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ്, ഇവിടെ ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട്, അതുപോലെ മൊബൈൽ ഫോൺ സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ നമ്മൾ മൊബൈൽ ഫോണും ചെരുപ്പും ഒക്കെ വെച്ചിട്ട് നമ്മളിനി പഴനിമല ചവിട്ടാൻ പോവുകയാണ്. അപ്പോൾ ഇതുവരെ എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ മുട്ടയൊക്കെ അടിച്ചു, പഴനിയിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിച്ചു, മുരുകൻ്റെ അനുഗ്രഹമൊക്കെ കിട്ടി. വാവയ്ക്ക് ചോറൂണുണ്ടായിരുന്നു, അപ്പം വാവയ്ക്ക് ചോറൂണൊക്കെ കൊടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സന്തോഷപൂർവ്വം തിരിച്ച് നമ്മൾ നേരെ പോയത് കോയമ്പത്തൂർക്കാണ് കേട്ടോ. കോയമ്പത്തൂർ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇഷയിലൊന്ന് പോകണം എന്നുള്ളത്. അപ്പം ഇഷയിൽ പോയി നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ ആ ലൈറ്റ് ഷോ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ലൈറ്റ് ഷോ ഒക്കെ അറ്റൻഡ് ചെയ്തു. അന്ന് കോയമ്പത്തൂർ സ്റ്റേ ചെയ്തിട്ട് പിറ്റേത്തെ ദിവസം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്.